നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അതനുസരിച്ച് നമ്മുടെ മനോഭാവം എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ഒരാളെ തന്നെ അതായത് ഫ്രീക്വൻസിയിലുള്ള ഒരാളെ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതേപോലെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളെ വേറെ ഏതെങ്കിലും ഒരു വഴികളിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വഴിയിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവരവരുടെ വഴിക്കൊന്നും പോയി കളയും. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഒരു മാസ്റ്ററിങ് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഉണ്ടായതെല്ലാം ഒരാൾ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ അയാളെ ബാക്കി അസിസ്റ്റ് ചെയ്ത കുറെ പേരുടെ ലോകമായിട്ട് മാറിയ ലോകമാണ് അല്ലെ. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ ആദ്യം ഒരാൾ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് അയാളുടെ ബാക്കി ലെഗസീസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ ആയിട്ട് മാറാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ എൻ്റെ ചിന്തകൾ അല്ലാത്ത ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാലോ നമുക്കൊരിക്കലും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളെ അവർ വേറെ രീതി ഡിബേറ്റ് ചെയ്ത് വിടും. അപ്പോൾ നമുക്ക് എപ്പോഴും ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ഫ്രീക്വൻസി തന്നെ ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ പോയിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള മനസ്സുകളെ മാത്രം നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക.